നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് ഒരുക്കിയത് വിപുലമായ ക്രമീകരണങ്ങൾ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ 50 പേരുടെ മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. 15 ഡോക്ടർമാരുടെ പ്രത്യേക സംഘവും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമാണ് വളരെ വേഗതയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. 4 CIമാർ ഇൻക്വസ്റ്റ് നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചു. മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനാണ് ഏറ്റവും പ്രയാസം നേരിട്ടത്. പൊതുദർശനത്തിലുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ആംബുലൻസുകളിൽ ഒന്നിനു പുറകെ ഒന്നായി 50ഓളം മൃതദേഹങ്ങളാണ് എത്തിച്ചത്. മൃതദേഹങ്ങൾ ടേബിളുകളിൽ കിടത്തി തിരിച്ചറിയൽ നടപടിയാണ് ആദ്യം നടത്തിയത്. കാണാതായവരുടെ ബന്ധുക്കളെ മൃതദേഹം കാണിച്ച ശേഷം അവർ തിരിച്ചറിഞ്ഞാൽ പിന്നീട് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളാണ്. ഒരു മൃതദേഹം ഒരു CI എന്ന ക്രമത്തിൽ വളരെ വേഗതയിലാണ് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക്. ഇവിടെയും കാലതാമസം കൂടാതെ മൃതദേഹങ്ങൾ ഓരോന്നായി പോസ്റ്റ്മോർട്ടം നടത്തി. പുലർച്ചെ ദുരന്ത വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ജാഗ്രതയിലായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സർവ്വസന്നാഹങ്ങളും ആശുപത്രിയിൽ ഒരുക്കി. തങ്ങളുടെ ഉറ്റവർ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആളുകൾ എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ഉടൻ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മുണ്ടക്കയിലും ചൂരൽമലയിലും ഇനിയാണ് യഥാർത്ഥ തിരച്ചിൽ. ഇന്നലെ കണ്ണിൽ കണ്ടവരെയാണ് സൈന്യവും സന്നദ്ധ പ്രവർത്തകരും രക്ഷിച്ചത്. പുറത്തേക്ക് എത്തിച്ച മൃതദേഹങ്ങളും ഒറ്റനോട്ടത്തിൽ കണ്ടവയാണ്. ഇനി വീട്ടിനുള്ളിലേക്ക് മറ്റു പരിശോധന. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരും. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇത് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ തകർന്നും കിടക്കുന്ന വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. 34 മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഇന്നലെ രാത്രി വരെ 18 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കയം പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതും പ്രതിസന്ധിയിലാണ്. മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻമരങ്ങൾക്കിടയിലും ആളുകളുണ്ടെന്ന് സംശയമുണ്ട്. 2019 ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ചൂരൽമല. ഇവിടത്തെ ശിവക്ഷേത്രം, സ്കൂൾ കെട്ടിടവും ഒലിച്ചുപോയി. അട്ടമല, മാൻകുന്ന്, വെള്ളരിമല, സീതാർകുണ്ട്, മാൻകുന്ന് പ്രദേശങ്ങളിലെല്ലാം വൻ നാശനഷ്ടമുണ്ടായത്. തിരച്ചിലിന് സഹായിക്കാൻ മറ്റു ജില്ലകളിൽ നിന്ന് പോലീസ് ഡ്രോണുകളും ഇന്നെത്തിക്കും. മെറ്റൽ ഡിറ്റക്ടറുകളും എത്തും. ബംഗളൂരിൽ നിന്ന് കരസേനാ വിഭാഗവും ഇന്നെത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ കോഴിക്കോട്ട് നിന്നും ഫോറൻസിക് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പകർച്ചവ്യാധി പ്രതിരോധത്തിനും ആരോഗ്യവകുപ്പ് സേവനം ഉറപ്പാക്കി. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. ചൂരൽമലയിൽ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ 500-ലധികം പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. സൈന്യവും കേരള ഫയർഫോഴ്സും സംയുക്തമായാണ് പാലം നിർമ്മിച്ചത്. ഉച്ചകഴിഞ്ഞ് സൈന്യവും NDRFും അടങ്ങുന്ന ദൌത്യസംഘം പുഴ കടന്ന് മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെന്ററിൽ നിന്ന് 200 സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങളും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നും അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.